അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ. അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. അവസാന അത്താഴവിരുന്ന് പോലെ സ്നേഹവിരുന്നിതാ ഒരുക്കിടുന്നു. അവസാന അത്താഴവിരുന്ന് പോലെ സ്നേഹവിരുന്നിതാ ഒരുക്കിടുന്നു. പരിശുദ്ധമായ ബലിയിൽ നമ്മയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നടത്തിയ വഴികൾ, തമ്പുരാൻ്റെ കരുണയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ സാധ്യമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, പാപത്തിലും അശുദ്ധിയിലൊന്നും വീണു പോകാതെ നിരാശയിലും ആകുലതകൾക്കൊന്നും അടിമപ്പെടാതെ കർത്താവ് സംരക്ഷിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാറ്റിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളെ തമ്പുരാൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാം. ദൈവമേ, നിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനുള്ള കൃപ ഈ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ നമുക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെയും എല്ലാ നിയോഗങ്ങളെയും താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സഭയിൽ കോർപ്പസ് ക്രിസ്തി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇതൊരാഘോഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയമാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. അത് സ്വീകരിക്കാൻ തന്നെയാണ് ഈ ബലിയെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതുമ്പോൾ വെളിപാടായി സ്വീകരിച്ച ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അതിനകത്ത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപാടായിട്ട് പൗലോസിലേക്ക് കിട്ടിയത് പൗലോസിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ. അയോഗ്യതയോടെ ആരെങ്കിലും കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. വീണ്ടും ആവർത്തിക്കുകയാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അയോഗ്യതയോടെ, യോഗ്യതയില്ലാതെ, സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയാതെ, അതായത് പാപത്തിൽ ഒരുവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ശിക്ഷാവിധിയാണ് അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതെന്ന്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്: നിങ്ങളിൽ ചിലർ രോഗികളും നിങ്ങളിൽ ചിലർ മനസ്സ് ദുർബലമായതിൻ്റെയും നിങ്ങളിൽ ചിലർ ആത്മീയ മരണത്തിലേക്ക് പോയതിൻ്റെ കാരണം അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ്.
ഈ വിശുദ്ധ കുർബാനയുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ തക്ക യോഗ്യത നമുക്കുണ്ടോന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും ബന്ധങ്ങളിലും ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനെതിരായ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ഈശോയുടെ സ്നേഹത്തിന്, ആ സാന്നിധ്യത്തിന് നിരക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ മാപ്പ് യാചിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വേകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ
തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മയനീയമായ ഈ ഖുദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 24-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യണമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും സ്ഥാപിച്ചു. അവൻ നിർമ്മിച്ച ഇസ്രായേൽ യുവാക്കന്മാർക്ക് കർത്താവിൻ്റെ ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. രണ്ടാം വായന ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാടക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായി നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയനായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷകനായി തീർന്നു.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അല്ലേലൂയ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കളകൾ എഴുതു മാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥൻ്റെ തിരുമുൻപിലായെന്ന് സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 12 മുതൽ 16 വരെയും 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായൊരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത് അവൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ള സത്യമാണ് ഈ തിരുനാളിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ, ഇതൊരു പ്രതീകാത്മകമായ തിരുനാളല്ല, മറിച്ച് യഥാർത്ഥവും സത്യവുമായ തിരുനാൾ. അതായത് ഇത് യേശുവിൻ്റെ ശരീരമാണ്, ഇത് യേശുവിൻ്റെ രക്തമാണ്. നമ്മൾ ലോകമെമ്പാടും സ്ഥിരീകരിക്കപ്പെട്ട, സഭ സ്ഥിരീകരിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ അടിച്ചാൽ, നെറ്റിലൊക്കെ അടിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. കാർലോസ് അക്വിറ്റസിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനായിട്ട്
യുവജനങ്ങളുടെ വിശുദ്ധനായിട്ടൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ഉയർത്തപ്പെടാൻ പോകുന്ന വിശുദ്ധൻ കൂടിയാണ്. വിശുദ്ധ കുർബാനയുടെ സകല അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനകത്തുണ്ട്, വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലായിടത്തും AB പോസിറ്റീവാണ് രക്തത്തിൻ്റെ ആ ഗ്രൂപ്പ്. മറ്റൊന്ന്, ആ ഭാഗം, അതായത് കർത്താവിൻ്റെ ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറി അത് യഥാർത്ഥ മാംസവും യഥാർത്ഥ രക്തവുമായി മാറി അങ്ങനെ നടന്ന അത്ഭുതങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് രണ്ടാമത് നമ്മൾ കാണുകയാണ്, ഇത് ഇങ്ങനെ വല്ലാത്ത ഭാരത്തിലും വേദനയിലും മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ പേശിയുടെ അംശമാണ് ഈ പറയുന്ന ശരീരത്തിൽ കാണാൻ പറ്റുക. ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ട അത്ഭുതങ്ങളിലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന. അതുകൊണ്ട് തന്നെ നാം സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരമാണ്, നാം സ്വീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. അത് യേശുവിൻ്റെ രക്തം പോലെയാണ്, യേശുവിൻ്റെ ശരീരം പോലെയാണ്, അങ്ങനെയല്ല. നാം സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ്. കാരണം ബലിയർപ്പിക്കുന്നത് യേശുവാണ്, ബലിവസ്തു അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണ്. അതുകൊണ്ടല്ലേ ഒരു വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ആ വൈദികനല്ല അവിടെ ബലിയർപ്പിക്കുന്നത്, യേശു തന്നെയാണ്. വൈദികനായിരുന്നു ബലിയർപ്പിക്കുന്നതെങ്കിൽ പറയാമായിരുന്നു, ഇത് യേശുവിൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് യേശുവിൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ. അങ്ങനെയല്ല പറയുന്നത്. ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശുവാണ് ബലിയർപ്പിക്കുന്നത്. യേശു തന്നെയാണ് ബലിയർപ്പിക്കുന്നതും യേശുവിൻ്റെ ശരീരം അവൻ്റെ രക്തമാണ് ബലിവസ്തുക്കൾ. അപ്പോൾ ഈശോ പറയാണ്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണ് നമുക്ക് തരുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സത്യം കൂടിയാണത്. ഇത് വിശ്വാസ സത്യം മാത്രമല്ല, ആ വിശ്വാസ സത്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാനയുടെ നിരവധിയായ അത്ഭുതങ്ങൾ ഓരോ കാലഘട്ടത്തിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിശ്വാസത്തിലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത ജീവിതങ്ങൾക്കൊക്കെ കൃത്യമായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധിച്ചാൽ പോലും മനസ്സിലാകുന്ന രീതിയിൽ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറിയ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ സ്വീകരിക്കുന്നത് അവൻ്റെ യഥാർത്ഥ ശരീരമാണ്, നാം പാനം ചെയ്യുന്നത് അവൻ്റെ യഥാർത്ഥ രക്തമാണ്. എൻ്റെ തന്നെ ജീവിതത്തിൽ ഈ ആലയത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിരുന്ന 1-2 അനുഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് വിശ്വസിക്കാൻ പ്രാപ്തമാക്കുന്നതായിരുന്നു. കാരണം ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാനിവിടെ വന്ന നാളിൽ ഒരു ഡെലിവറൻസുമായി ബന്ധപ്പെട്ടൊരു ശുശ്രൂഷ നടക്കുകയാണ്. ഒരു പെങ്കുച്ച് അനീഷച്ചൻ്റെ ആ മുകളിലത്തെ കൗൺസിലിംഗ് മുറിയിലായിരിക്കുന്നത്. അവിടുത്തെ കുറേ 8-10 സ്റ്റെപ്പ് ഇറങ്ങി തൊട്ടപ്പുറത്ത് മാറിയിട്ടൊരു മധ്യസ്ഥ പ്രാർത്ഥന മുറിയുണ്ട്. ആദ്യമായിട്ട് ഗ്യാരിസ്മിൽ വരുന്ന അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മുറിയുണ്ടെന്ന് പോലും ഈ പെങ്കുച്ചൻ അറിയത്തില്ല. അപ്പോൾ പ്രാർത്ഥന തുടങ്ങി. ചില മേഖലകളിൽ ഒരു ഡെലിവറൻസുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിലും അവൻ്റെ രക്തത്താലൊക്കെ ബന്ധന പ്രാർത്ഥന തുടങ്ങാൻ തുടങ്ങി. പെങ്കുച്ച് വയലൻ്റ് ആക്കാൻ തുടങ്ങി, വല്ലാതെ ഡിസ്റ്റർബ്ഡായി, തലയിട്ടടിക്കാൻ തുടങ്ങി, മുടി കുത്തിപ്പിടിച്ച് അവൾ തന്നെ സ്വയം പീഡിപ്പിക്കാൻ തുടങ്ങി, അലറാനും കാറാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് അനീഷിച്ചൻ എന്നെയും വിളിക്കും, ഞങ്ങളെ ശുശ്രൂഷകരെല്ലാം കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പെങ്കുച്ച് പാമ്പഴയുന്ന പോലെ ഇഴയാൻ തുടങ്ങി. ഇഴഞ്ഞിട്ട് കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക. പരീക്ഷച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അണ്ണാൻ വെള്ളമൊക്കെ തളിക്കുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ എന്നെ ചെയ്യുന്നത്, കണ്ണടച്ച് പിടിച്ചേക്കുക. അവിടെ നിന്ന് ഇഴഞ്ഞ് ആ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് അടച്ചു കിടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന മുറി തള്ളി തുറന്നിട്ട് അവിടെ ദിവ്യകാരുണ്യം അതിനുള്ളിൽ അടഞ്ഞിരിക്കുവാണ്. ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിട്ട് വീണ്ടും സർപ്പമാടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുക. ഈ പെങ്കുച്ചിന് അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മുറി ഉണ്ടെന്ന് അറിയത്തില്ല. അവിടെ വിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവുണ്ടെന്ന് ഈ പെങ്കുച്ചിന് അറിയത്തില്ല. നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം അത്രയും അകലങ്ങളിലിരുന്ന് പെങ്കുച്ചാണെന്ന് ഓർക്കണം. കർത്താവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഇഴഞ്ഞ് പാമ്പ് പോലെ ഇഴഞ്ഞ് കണ്ണു അടച്ചു പിടിച്ച് ഇങ്ങനെ വന്ന് തള്ളി തുറന്നിട്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുക. നാം സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരമാണ്, അവൻ്റെ രക്തമാണ്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ നടന്നൊരു ധ്യാനത്തിൻ്റെ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ചങ്ങനാശ്ശേരിയിലും കണ്ട് പഠിക്കുന്ന ഒരു പങ്കുവച്ചിന് പഞ്ചക്ഷത ഉണ്ടായി. കർത്താവിൻ്റെ തിരുമുറിവുകൾ ശരീരത്തിൽ വഹിക്കാനുള്ള യോഗ്യത കർത്താവ് നൽകി. ഞാനൊന്ന് വന്ന സമയമൊക്കെ, അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ലാത്തൊരു സമയം കൂടിയാണ്. ഞാനിവിടെ എന്താണോ ഒച്ച ബഹളം എന്നൊക്കെ കേട്ട് ചെന്നപ്പോൾ
ഓഫീസിൽ നിന്ന് അവിടെ ഉള്ളവരൊക്കെ കുറച്ച് പഞ്ഞിയും ഇതൊക്കെ ആയിട്ട് ധ്യാനത്തിൻ്റെ അങ്ങോട്ട് പള്ളിയിലേക്ക് ഓടുന്നുണ്ട്. അവിടെ ഒരു പെങ്കൊച്ച് മറിഞ്ഞ് കിടപ്പുണ്ട്. നോക്കിയപ്പോൾ അവർ ഇങ്ങനെ അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ തിരുമുറിവുകൾ അവളുടെ ശരീരത്തിൽ വഹിക്കാനുള്ള യോഗ്യത കർത്താവ് നൽകിയിട്ട് ആ വേദനയിലൂടെ കടന്നു പോവുക. അപ്പം അന്ന് ചെറിയ മൊബൈലൊക്കെ ഉള്ളൂ. ആ മൊബൈലിൽ പിടിച്ച വീഡിയോ ഇപ്പോഴും എൻ്റെ ലാപ്പിൽ കിടപ്പുണ്ട്. ആ രക്തം ഒഴുകിയിറങ്ങുന്നത് കൈത്തണ്ടകളിലൂടെയും നെറ്റിത്തടങ്ങളിലൂടെയും കാൽപാദങ്ങളിലൂടെയൊക്കെ രക്തം ഒഴുകുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കണ്ണുകൊണ്ട് കണ്ടതാ. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കയ്യിൽ അങ്ങനെ വെറുതെ 5-10 വർഷം മുമ്പ് ഒരു മുറിവുണ്ടായിട്ട് ഉണങ്ങിയ ഒരു പാടുണ്ടല്ലോ, നമ്മൾ അത്ര ശ്രദ്ധിച്ചാലേ കാണുള്ളൂ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തലേ ദിവസം ഇത്രയും രക്തം വന്നത് ഇതിൽ നിന്നായിരുന്നോ? അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അവൻ്റെ ശരീരവും നമ്മൾ പാനം ചെയ്യുന്നത് അവൻ്റെ രക്തമാണെന്ന് വിശ്വസിക്കണം. അതിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഏതാനും നിമിഷം കഴിയുമ്പോൾ യേശു സ്വയം അൽത്താരയിൽ മുറിയപ്പെടുകയും എനിക്കും നിനക്കുമായി അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് തരും. ഈ ഭൂമിയിൽ യേശുവിനോട് നിത്യതയിൽ തീർച്ചയായിട്ടും നമുക്ക് അവനോട് പൂർണ്ണമായി ഐക്യപ്പെടാൻ പറ്റും. ഈ ഭൂമിയിൽ സമയത്തിനും കാലത്തിനും ഉള്ളിലായിരിക്കുന്ന നമുക്ക് യേശുവിനോട് പൂർണ്ണമായും ഐക്യപ്പെടാൻ സാധ്യമാകുന്നത് വിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ്. ഒരുവൻ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ഒരുവൻ അവൻ്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടുകയാണ്. അതായത് യേശുവിനോട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടുകയാണ്. യേശുവിനോട് ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാനയോളം ഐക്യപ്പെടാനുള്ള വേറെ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാല്ലേ, ഇങ്ങനെ ഒരു ഐക്യപ്പെട്ട് കഴിയുമ്പോൾ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവൻ്റെ ആത്മീയ ജീവിതത്തിന് ധൈര്യമുണ്ട്, അവന് ആകുലതകളില്ല, നിരാശയില്ല, പിറുപിറുപ്പും പരാതിയൊന്നും ജീവിതത്തിലില്ല. കാരണം എന്താ? അവന് യഥാർത്ഥ യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ അനുഭവിക്കുകയും ആ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൻ്റെതായ അസ്വസ്ഥതകളൊന്നും അവനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അതുതന്നെ നമ്മൾ ഈ ഇടയ്ക്ക് മരിച്ചൊരു പെങ്കൊച്ച്, ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്ന അഞ്ജന എന്ന് പറയുന്നൊരു പെങ്കൊച്ച്, അവള് അവസാന നിമിഷം ക്യാൻസർ വന്നാൽ മരിക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ തീർന്ന് ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും. അത്രയും എന്നാലും അവസാനം വരെ ചെറുപുഞ്ചിരിയോടെ ജീവിച്ച പെങ്കൊച്ച്. അതുമാത്രമല്ല, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച വാനമ്പാടി എന്ന് അവളെ വിളിക്കുന്നത്. അതിന് കാരണം എന്നാണെന്നറിയാവോ? ഈ ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ടും രോഗിയായി കിടന്നപ്പോഴും കട്ടിലിൽ മരണം കാത്ത് കിടന്നപ്പോഴും ഒക്കെ ഈ കുഞ്ഞ് ആഗ്രഹിച്ച ഒറ്റ കാര്യമുള്ളൂ. എന്നാണെന്നറിയാവോ? എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വേറെ ഒന്നും പെങ്കു ചോദിച്ചില്ല. പെങ്കു ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. ഒരു യുവതി യൗവനത്തിൽ ചോദിച്ച ചോദ്യമോ. ആ സമയത്ത് എന്തെല്ലാം നമ്മുടെ പിള്ളേരാടെ പറയും. നമ്മുടെ പിള്ളേർ കട്ടിലേക്ക് കിടന്ന് ആദ്യം പറയുന്ന, മമ്മി ആ മൊബൈലൊന്നും എടുക്കാവോ, കുറച്ചു നേരം വീഡിയോ ഗെയിം കളിക്കട്ടെ എന്നല്ലേ പറയുള്ളൂ. ഈ പെങ്കൊച്ച് കട്ടിലിലും മരണം കാത്ത് കിടക്കുമ്പോഴും സഹനത്തിൻ്റെ വേദനയിലും ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴും ഈ ഭാഗം മുഴുവനും ക്യാൻസർ വന്ന് തീർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ പെങ്കൊച്ച് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വിശുദ്ധ കുർബാന ഇറക്കാൻ പറ്റാതെ വന്നപ്പോൾ അവളെ അറിയുന്നൊരു വൈദികൻ ചെയ്തെന്നാന്നറിയുമോ? ബലിയർപ്പിച്ചിട്ട് യേശുവിൻ്റെ രക്തം മാത്രം കൊണ്ടുവന്ന് അവളുടെ നാവിലേക്ക് ഒഴിച്ചു കൊടുത്തു. വിശുദ്ധ കുർബാന ഇറങ്ങില്ല ആ അവസ്ഥയിലായപ്പോൾ. അത്രമാത്രം യേശുവിനോട് ഐക്യപ്പെട്ടിരുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ സഹനങ്ങളൊന്നും വലിയ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ ആനന്ദത്തോടും സന്തോഷത്തോടും ഈ പെങ്കൊച്ചിനെ സ്വീകരിക്കാൻ പറ്റിയതിന് കാരണം അത്ര കണ്ട് യേശുവിനോട് ഐക്യപ്പെട്ടു. അവൾക്കറിയാം നിത്യതയിൽ അവനോട് എന്നേക്കുമായിട്ട് ഞാൻ ഐക്യപ്പെടും. ഈ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണ്, ഈ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. നമുക്ക് ഈ ബോധ്യം ഇല്ലാതെ ഒരു സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ചെറിയ കാര്യങ്ങൾ മതി മനസ്സും തളർന്ന് ജീവിതവും തളർന്ന് പരാതിയും പറഞ്ഞ് പരിഭവവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് ദൈവത്തെയും പഴിചാരി എല്ലാവരെയും പഴിചാരി വിശ്വാസത്തിൽ നിന്ന് അകന്ന് ഒരു ജീവിതം എങ്ങനെ നശിപ്പിക്കാവോ തുലയ്ക്കാവോ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് നമ്മൾ പോകും. അതിൻ്റെ എത്രയോ പേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിനോട് ഒരുവൻ ഐക്യപ്പെടുമ്പോൾ, ഈ ഭൂമിയിൽ യേശുവിനോട് ഐക്യപ്പെടുമ്പോൾ അവൻ്റെ സഹനത്തോടും അവൻ്റെ മരണത്തോടും അവൻ്റെ ഉത്ഥാനത്തോടും അവൻ ഐക്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസമുണ്ട്, യേശുവിനോട് കൂടി ഞാൻ മരിച്ചാൽ അവനോട് കൂടി ഉത്ഥാനം ചെയ്യും. അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സ്വീകരിക്കുന്ന അവൻ്റെ ശരീരമാണ്, ഞാൻ പാനം ചെയ്തത് അവൻ്റെ രക്തമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ അവനോട് ഈ ഭൂമിയിൽ വെച്ച് ആഴമായി ഐക്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മരണത്തിലും മരണാനന്തര ജീവിതത്തിലും ഞാൻ അവനോട് പൂർണ്ണമായി ഐക്യപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കാൻ തക്കവിധത്തിൽ ഈ തിരുനാൾ ആഘോഷം നമ്മളെ പ്രേരിപ്പിക്കണം. അത്രയും നമുക്ക് ധൈര്യം തരുന്നത്, അത്രയും നമുക്ക് ബലം തരുന്നത്. അതുകൊണ്ടാണ് അയോഗ്യതയോടത് സ്വീകരിക്കരുതെന്ന് പറഞ്ഞത്.
അപ്പോൾ യോഗ്യതയോടെ സ്വീകരിച്ചാൽ ഒരുവന് ശരീരത്തിന് സൗഖ്യവും മനസ്സിന് ബലവും ആത്മാവിന് ജീവനുണ്ടാകുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരാൾ തൻ്റെ ശരീരവും രക്തവും നമുക്ക് തരണമെങ്കിൽ എന്തോരം വേദന അനുഭവിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അല്പം രക്തം വരുമ്പോൾ നമുക്കറിയാം, രക്തം വരുമ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ കർത്താവ് സ്വന്തം ശരീരവും സ്വന്തം രക്തവും നമുക്ക് പകുത്തും പങ്കുവെച്ചും മുറിച്ചും തരുമ്പോൾ എന്തോരം വേദന അനുഭവിക്കണം. അത്രയും വേദന അനുഭവിച്ചതിന് കാരണം എന്താ? സ്നേഹമാണ്. സ്നേഹത്തിലാണ് നൽകലുള്ളൂ, ത്യജിക്കലുള്ളൂ. നമ്മൾ പറയില്ലേ, നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യജിക്കാൻ തയ്യാറാകും. കൊണ്ടാണല്ലോ മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന എന്തോരം മാതാപിതാക്കളുണ്ട്. നിങ്ങളെന്തോരം കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഇന്നലകളിൽ പട്ടിണി കടന്നും ഇന്നും വേദനിച്ചും കണ്ണുനീരൊഴിക്കുകയൊക്കെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചില മാതാപിതാക്കളുടെ ഭാഷ പറഞ്ഞാൽ അവരൊരച്ച ചോര നീരാക്കി അച്ഛ അധ്വാനിക്കുന്നതെന്ന് പറയും, അല്ലേ? ചോര നീരാക്കി എന്ന് പറഞ്ഞാൽ അത്ര അധ്വാനിക്കുന്നുണ്ട്, അത്രേ സഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് ഏതറ്റം വരെ മക്കൾക്ക് വേണ്ടി സഹിക്കാൻ ഒരു മടിയില്ല. കാരണം എന്താ? അത്ര ആഴമായ സ്നേഹമുള്ളത് കൊണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം സ്വന്തം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആഴമാണ് സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ, റോമ 8:32 പറയുന്ന പോലെ, സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ നൽകി. അത്ര ആഴമായ സ്നേഹം. ഒരു സ്വന്തം പുത്രനെ വിട്ടു നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ മക്കളെ ഉപേക്ഷിക്കുള്ളൂ, വിട്ടുകൊടുക്കുള്ളൂ. അത് മരണത്തിൻ്റെ താഴ്വരയിൽ കിടക്കുന്നതാണെങ്കിലും ഏത് രോഗത്തിലാണെങ്കിലും, അത് വീടും പറമ്പും വിറ്റും പട്ടിണി കിടക്കുന്ന അവസ്ഥ വന്നാലും മക്കളെ ചികിത്സിക്കേണ്ടി വന്നാൽ നമ്മൾ ചികിത്സിക്കും, മക്കളായതുകൊണ്ട്. അത് നമ്മളപ്പോൾ സാമ്പത്തികമൊന്നും നോക്കിയാല, കടബാധ്യതൊന്നും നോക്കിയാല, കയ്യിലും കാലിലും സ്വർണ്ണമൊന്നും ഇട്ട് നടക്കില്ല. അത് വിറ്റ് പറക്കിയിട്ടാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ ശുശ്രൂഷിക്കും. അപ്പോൾ സ്വന്തം മകനെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം വിട്ടു നൽകിയെങ്കിൽ എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഈ ഒരു സത്യം കൂടിയാണ് വിശുദ്ധ കുർബാന നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. കാരണം അത് സ്വന്തം മകൻ്റെ ശരീരവും രക്തവും അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പങ്കുവെച്ചും പകത്തും തരികയാണ്. ഇത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളോളം ഭാഗ്യം ലഭിച്ച് വേറെ ആരാ ഉള്ളേ? ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇതിനേക്കാളും വലിയ ഭാഗ്യം ഈ ലോകത്ത് നമുക്ക് എന്നെ കിട്ടാനുള്ളേ? കിട്ടോ? വലിയ കാറ് മേടിച്ചാൽ കിട്ടോ? ബാങ്കിൽ ലക്ഷക്കണക്കിന് ബാലൻസ് കിട്ടിയാൽ നമുക്ക് ഈ ഭാഗ്യമുള്ളവരാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. യേശുവിനെ ഈ ലോക ജീവിതത്തിൽ അവനോട് പൂർണ്ണമായും വിശുദ്ധ കുർബാനയിൽ സ്വന്തമാക്കാനും ഐക്യപ്പെടാനും കിട്ടുന്നതിനേക്കാളും വലിയൊരു ഭാഗ്യം ഈ ലോകത്ത് നമുക്ക് കിട്ടാനില്ല. അത്ര ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അത്രമാത്രം ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് നമ്മൾ, പുരോഹിത ഗണമാണെന്നാണ് പത്രോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയതിനും യോഗ്യരാക്കിയതിനും നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സാന്നിധ്യവും അവൻ്റെ സ്നേഹവും നമുക്ക് സൗഖ്യവും വിടുതലും വീണ്ടെടുപ്പും വിശുദ്ധീകരണവുമായി മാറട്ടെ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ളത്, സുവിശേഷ വേലയ്ക്ക് നൽകാനുള്ളത് സന്തോഷത്തോടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സർവശക്തനായ പിതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഏതാനും നിമിഷം നിശബ്ദമായി ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആത്മീയ ഭക്ഷണം സ്വീകരിച്ച് ആത്മീയ കരുത്തുള്ളവരായി ഈ തീർത്ഥാടന യാത്ര നിത്യതയിൽ അവസാനിപ്പിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ, കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ, കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം സമർപ്പിക്കാം. മക്കളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നാളെ മുതൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. തമ്പുരാനെ, ഈ വർഷക്കാലം നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ നമ്മുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷങ്ങളുടെ പരീക്ഷകളുടെ റിസൾട്ടിൽ പരാജയപ്പെട്ടതിൻ്റെ ഭാരവും വേദനയൊക്കെ പേറുന്ന പിള്ളേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലകളുടെ ദുഃഖത്തിൽ കഴിയാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ധൈര്യമെടുത്ത് മുന്നോട്ടുള്ള അധ്വാനത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെതായ വേദനകളെ, സങ്കടങ്ങളൊക്കെ കൊടുക്കാം. തടസ്സങ്ങൾ നേരിടുന്ന മേഖലകൾ, രോഗാവസ്ഥകൾ, മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ആലയത്തിലെ ശുശ്രൂഷകൾ, ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ട് സഹായിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് വൃദ്ധമന്ദിരത്തെയും ഈ ഭവനത്തെയും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തമ്പുരാൻ അവരുടെ നിയോഗങ്ങളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. മനസ്സുരുങ്ങി നാഥ കാഴ്ചയേകാനാ ഒരുമയോടി ബലിയിൽ ഒന്നു ചേരാനാ ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ കൈകളിലേക ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ കൈകളിലേക ജീവിതം കാഴ്ചയായേക ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസവം മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗദാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കുക. ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് പകുത്തും പങ്കുവെച്ചും തരുന്ന നിമിഷങ്ങളാണ്. സ്നേഹം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്ന നിമിഷങ്ങൾ. സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ ഈശോ സ്വന്തം ശരീരവും സ്വന്തം രക്തവും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പകുത്ത് പങ്കുവെച്ച് തരുന്ന നിമിഷങ്ങൾ. ഈശോയെ, ഇതേ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പങ്കുവെച്ച് നൽകുന്ന, പകുത്ത് നൽകുന്ന ഒരു സ്നേഹം, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന, ത്യജിക്കുന്ന ഒരു സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, നിർമ്മലമായ, വിശുദ്ധമായ, നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റു കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം
നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവീക പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നത് പോലെ നമുക്കിന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടൻ തന്നെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഈ തിരുനാളോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു പ്രദക്ഷിണം നമുക്കുണ്ടായിരിക്കും. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും, അധിക സമയമൊന്നും എടുക്കില്ല. ദിവ്യകാരുണ്യ പ്രദക്ഷിണം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ഗ്രോട്ടോയുടെ അതിലൂടെ നമ്മൾ പ്രദക്ഷിണമായിട്ട് തിരിച്ച് അൽത്താരയിലേക്ക് വരും. അതല്ല എങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ തന്നെ ചെറിയൊരു പ്രദക്ഷിണം നടത്തി നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വ്യാഴാഴ്ച ഇത് ആദ്യ വ്യാഴാഴ്ചയാണ്. നമുക്ക് ഈ ആലയത്തിൽ എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും ജാഗരണ പ്രാർത്ഥന ഉള്ള കാര്യം നിങ്ങളെ ഈ അവസരത്തിൽ പറ്റി ഓർമ്മിപ്പിക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ നമുക്ക് ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഒട്ടുമേലായിരിക്കാം. ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ഈശോയെ ആരാധന ആരാധന. കൂട്ടുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് സർവാരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അടുത്തൂടെ വരാൻ പോകുന്ന സമയമാണ്. ഒരു നിമിഷം നിങ്ങൾ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ഈശോയുടെ അടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറുസലേം വീഥികളിലൂടെ കർത്താവ് നടന്നു നീങ്ങിയപ്പോൾ ആരെയൊക്കെ അവൻ സ്പർശിച്ചുവോ, ആരൊക്കെ അവനെ സ്പർശിച്ചുവോ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു.
വിടുതൽ പ്രാപിച്ചു, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു. ഇത് അതേ കർത്താവ്, അതേ ജീവിക്കുന്ന ഈശോ അൽത്താരയിൽ നിന്നും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. സ്നേഹത്തോടെ, അകലങ്ങളിലാണെങ്കിലും സ്നേഹത്തോടെ അവനെ സ്പർശിക്കാം. അവൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ, സ്പർശനം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ളവരെ, കുടുംബാംഗങ്ങളെ, ആരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെല്ലാം ആത്മനായി നിമിഷം ചേർത്ത് നിർത്തുക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ ദിവ്യകാരുണ്യ പ്രദർശനത്തിനായിട്ട് ഈ നിമിഷം ഒരുങ്ങുന്നതാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, നിന്റെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി ഈ നിമിഷം നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. മുട്ടൊന്ന് നിൽക്കണമെന്ന് നിർബന്ധമില്ല, എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരികയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഈശോയുടെ സാന്നിധ്യമായിട്ട് ഈ നിമിഷം ഇറങ്ങി വരുന്നതാണ്. ഏറ്റവും മുന്നിൽ കുരിശും തിരിക്കാലുകളും, അതേ തുടർന്ന് നമുക്കെല്ലാവർക്കും ലൈനായിട്ട്, 2 ലൈനുകളിലായിട്ട് പ്രദർശനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഏറ്റവും പുറകിലായിട്ട് ദിവ്യകാരുണ്യ ഈശോയായിരിക്കും വരിക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ ദൈവത്തെ ആരാധിച്ച് ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഈശോ എഴുന്നള്ളി വരുമ്പോൾ സ്നേഹം കിട്ടും, സമാധാനം കിട്ടും, സൗഖ്യം കിട്ടും. ആഗ്രഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം പാടുക. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും ഉടുന്തരും ചെകിടരുമെല്ലാം
ദൈവമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടുന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇതിനെല്ലാം പരിഹാരം ഈശോയിൽ കണ്ടെത്താം. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ. നമ്മുടെ കുടുംബത്തിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്കും യേശു രാജാവായി വന്ന് വാഴുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കണമേ. ലോകമാസകലം അവിടുത്തെ ശാന്തി സമാധാനം അങ്ങ് സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടുക. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം നവ്യമാം ഭൂമി. നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നവ്യമാം ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹവും അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ച് പാടുക. ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടുന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടും. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടുന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. തിരുസഭയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന സഭയുടെ മേലധികാരികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹവും ശക്തിയും കാരുണ്യവും വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പാടാം. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും
വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിലേറ്റ് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേക്ക് പ്രീതികരമെങ്കിൽ ഇതെല്ലാം അങ്ങ് സാധിച്ചു തരണമേ. അതിലൂടെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ അളവറ്റ കാരുണ്യവും സ്നേഹവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. എല്ലാവരും ചേർന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക്, കരങ്ങൾ ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ഉയരട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന സ്വരം, ദൈവത്തെ ആരാധിക്കുന്ന സ്വരം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന, ദിവ്യകാരുണ്യം നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഈശോയുടെ സ്നേഹം വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ അവിടുത്തെ വൻ കൃപകൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ ആരാധിച്ച് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശ്രമിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിച്ച നിങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഉടനീളം നമ്മെ സഹായിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി